ഹലോ കൂട്ടുകാരെ, ഇന്ന് ഈ ഒരു കണ്ടൻറ്റിലൂടെ നമുക്ക് സ്റ്റാർ സീഡ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ആക്ച്വലി ഇത് പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ സ്റ്റാർ സീഡ്സ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ ഒത്തിരിയും കേൾക്കാറുണ്ട്. അപ്പം സ്റ്റാർ സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്കറിയാം, യൂണിവേഴ്സിൽ ഡിഫറെൻറ്റ് സ്റ്റാർ സിസ്റ്റംസ് ഉണ്ട്, അതായത് ഗാലക്സീസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാർ സിസ്റ്റങ്ങളിൽ നിന്നും, ആ സിസ്റ്റംസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സോൾ എസെൻസ് ഹ്യൂമൻ ഇൻകാർണേഷനിലേക്ക് അല്ലെങ്കിൽ മനുഷ്യജന്മത്തിലേക്ക് വരുമ്പോഴാണ് അവർ സ്റ്റാർ സീഡ്സ് എന്നറിയപ്പെടുന്നത്. എല്ലാ സ്റ്റാർ സീഡ്സും ട്വിൻ ഫ്ലെയിംസ് ആവണമെന്നില്ല, എന്നാൽ സ്റ്റാർ സീഡ്സിൽ ട്വിൻ ഫ്ലെയിംസും ഇൻക്ലൂഡഡ് ആണ്. അതായത് എല്ലാ ഇൻകാർണേഷൻസും, സ്റ്റാർ സീഡ്സിൻ്റെ ഇൻകാർണേഷൻസും ട്വിൻ ഫ്ലെയിംസ് അല്ല, എന്നാൽ ട്വിൻ ഫ്ലെയിംസിൽ സ്റ്റാർ സീഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സ്റ്റാർ സിസ്റ്റങ്ങളിൽ നിന്നും ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ട സോൾ ആയതുകൊണ്ട് തന്നെ ഒരു 5D ആൻഡ് എബോവ് കോൺഷ്യസ്നെസ് ആയിരിക്കും എപ്പോഴും സ്റ്റാർ സീഡ്സിനുള്ളത്. അതായത് 5th ഡയമെൻഷൻ ആൻഡ് എബോവ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ നേച്ചറിൽ അല്ലെങ്കിൽ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെയും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈവൻ അവേക്കനിങ്ങിന് മുമ്പാണെങ്കിൽ പോലും എപ്പോഴും സ്റ്റാർ സീഡ്സ് എപ്പോഴും 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അതായത് ഒരു സ്കൂളിംഗ് അല്ലെങ്കിൽ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഹൈ ആയിട്ട് ഒരു ലോജിക്കൽ മൈൻഡ് സെറ്റിനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏതൊരു കാര്യത്തിലേക്കും ഒരിക്കലും സ്റ്റാർ സീഡ്സിന് ടോട്ടലി ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ലെങ്കിലും ആ ഒരു സമയത്ത്, അതായത് അവേക്കനിങ്ങിന് മുമ്പ് ആ കാര്യങ്ങളിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് സ്റ്റാർ സീഡ്സ് ശ്രമിക്കാറുണ്ട്. കാരണം അവിടെയാണ് ആക്ച്വലി അവരിലൂടെ ആ ഒരു ലൈറ്റ് ലെസൺസ് ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്റ്റാർ സീഡ്സിൽ മേജറായിട്ട് 4 കാറ്റഗറീസും സബ് കാറ്റഗറീസായിട്ട് 11 തൊട്ട് 12 കാറ്റഗറീസും പറയാറുണ്ടെങ്കിലും ഞാനിവിടെ കാറ്റഗറൈസേഷനിലേക്ക് പോകുന്നില്ല. കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഈ ഒരു കണ്ടൻറ്റിൽ ഞാൻ പറയുന്നത്. അപ്പോൾ 5D ആൻഡ് എബോവ് കോൺഷ്യസ്നെസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എപ്പോഴും ഇവരൊരു അൺകണ്ടീഷണൽ ലവിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ഒരു ഫ്രീ സോൾസ് ആയിട്ട്. അതായത് ഒരു കെട്ടുപാടുകൾ, ഒരു മനുഷ്യജന്മത്തിൽ വരുമ്പോഴത്തേക്ക് ഉള്ള ഒരു തരത്തിലുള്ള കെട്ടുപാടുകളെയും അക്സെപ്റ്റ് ചെയ്യാൻ ആക്ച്വലി അവരുടെ സോള് ഒരിക്കലും റെഡി അല്ലായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവർക്ക് 3Dയിൽ, അതായത് 3rd ഡയമെൻഷനിലുള്ള ഒരു റിലേഷൻഷിപ്സിലേക്കും അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസിയിൽ നിൽക്കുന്ന കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിലേക്കൊന്നും അവർക്ക് ഫിറ്റ് ഇൻ ആവാൻ പറ്റില്ല. അത് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഓഡ് വൺ ഔട്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ കുഞ്ഞിലേ തൊട്ടേ സ്റ്റാർ സീഡ്സിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. സ്റ്റാർ സീഡ്സ് എന്ന് പറയുന്നത് ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഹ്യൂമാനിറ്റിയുടെ, അതായത് കളക്റ്റീവായിട്ട് 3D ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ അവേക്കൻ ചെയ്യാനായിട്ട് എർത്ത് സ്കൂൾ എന്ന് പറയും, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കൂടുതലായിട്ട് ഒരു സിസ്റ്റം വരുമ്പോൾ, ഒരു കണ്ടീഷനിങ് വരുമ്പം, ഒരു ഡാർക്ക് ഫോഴ്സസ് എന്ന് നമ്മൾ പറയും. ആക്ച്വലി ഡാർക്ക് ഫോഴ്സസ് എന്ന് പറയുമ്പം നമ്മളുടെ ഒക്കെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് 3Dയിൽ കളക്റ്റീവായിട്ട് ഹ്യൂമാനിറ്റി ലിമിറ്റഡായി പോകുമ്പോൾ ഇവിടെ സ്റ്റാർ സീഡ്സ് ഇൻകാർണേറ്റ് ചെയ്ത് അവരുടെ ലൈറ്റിലൂടെ ഈ ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ കളക്റ്റീവായിട്ട് ഹൈ ചെയ്യാനായിട്ടും അതിലൂടെ എർത്തിൻ്റെ ഒരു ഇവല്യൂഷനെ ഹെൽപ്പ് ചെയ്യാനുമായിട്ടാണ് സ്റ്റാർ സീഡ്സ് മനുഷ്യരായിട്ട് ജന്മമെടുക്കുന്നത്. കളക്റ്റീവായിട്ട് ഈ ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൻ്റെ എക്സ്പാൻഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നവരായതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും
ഹൈലി ക്രിയേറ്റീവ് ആയിരിക്കും സ്റ്റാർ സീഡ്സ്. മ്യൂസിക്കിനോട് എപ്പോഴും ഒരു കണക്ഷൻ അറിഞ്ഞോ അറിയാതെയോ സ്റ്റാർ സീഡ്സ് കീപ്പ് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത്, ഇവർ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി ഇവരുടെ DNA-യിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട്, അത് ഒരു 3D മാട്രിക്സിലുള്ള കാര്യമല്ല പറയുന്നത്, സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൻ്റെ എക്സ്പാൻഷന് നല്ലതിനായിട്ട് തന്നെ അത് ഭൂമിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർ സീഡ്സ് കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. സ്റ്റാർ സീഡ്സിന് എപ്പോഴും ട്രാവലിംഗ് ഇഷ്ടമായിരിക്കും, നേച്ചർ വളരെയധികം ഇഷ്ടമായിരിക്കും, നേച്ചറിലേക്ക് വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. ഇവർ ഇത്രയും ഒരു ഹയർ കോൺഷ്യസ്നെസ്സിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ ഒരു ഹാർട്ട് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഹീലേഴ്സ് ആയിരിക്കും. ഈവൻ അവേക്കനിങ്ങിന് മുമ്പ് തന്നെ ഇവരുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ സ്റ്റാർ സീഡ്സിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫേസിൽ, അതായത് അവരൊരു റൂമിലാണെങ്കിൽ, അവരൊരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യരുടെ ഇടയിലാണെങ്കിൽ, ഗ്രൂപ്പ് ഓഫ് ആനിമൽസിൻ്റെ ഇടയിലാണെങ്കിൽ പോലും അവിടെ ആ ഒരു ലൈറ്റിലൂടെ അവർക്കൊരു കാംനെസ്, പീസ്ഫുൾനെസ് ഒക്കെ കിട്ടുന്നതാണ്. അതായത് ഒരു ഹീലിംഗ് നാച്ചുറലി പ്രൊവൈഡ് ചെയ്യാൻ കെൽപ്പുള്ളവരാണ് സ്റ്റാർ സീഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാർ സീഡ്സിന് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ അവർ ഹീലേഴ്സ് ആയിരിക്കും. ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് നാച്ചുറലി ചെയ്യാൻ കെൽപ്പുള്ളവരായിരിക്കും. സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അറിയാൻ വളരെ ക്യൂരിയസ് ആയിരിക്കും. ഈ കാര്യങ്ങളെ ഓൾറെഡി അവരുടെ DNA-യിൽ അഗെയിൻ അവർ അവിടുന്ന് തന്നെ അല്ലെങ്കിൽ ഒരു പല തരത്തിലുള്ള സ്റ്റാർ ഫാമിലീസിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു വിസ്ഡം സ്പ്രെഡ് ചെയ്യാൻ കെൽപ്പുള്ളവരായിരിക്കും. മെറ്റാഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അറിയാൻ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നവരായിരിക്കും. മെറ്റാഫിസിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഒരു ഹ്യൂമൻ ഫോമിലല്ലാതെ അതിനെ ബിയോണ്ട് ഒരു ഹ്യൂമൻ ഫോമിൽ എങ്ങനെയൊക്കെ അസെൻഷന് ഹെൽപ്ഫുള്ളാക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെയും 3Dയിലേക്ക്, അതായത് എർത്തിലേക്ക് കൊണ്ടുവരാൻ ആയിട്ടുള്ള ഒരു ടാസ്കുമായിട്ട് വന്നവരായിരിക്കും സ്റ്റാർ സീഡ്സ്. അതേപോലെ തന്നെ സ്റ്റാർ സീഡ്സ് കൂടുതലും ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി പഠിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇത്രയും ഏകദേശം സ്റ്റാർ സീഡ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി അവരുടെ ഒരു ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ സ്റ്റാർ സീഡ്സ് കൂടുതലും ഈവൻ അവേക്കനിങ്ങിന് ബിഫോർ ആണെങ്കിലും അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നത് എവിടേക്കാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എപ്പോഴും സ്റ്റാർ സീഡ്സ് 3Dയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അതായത് മാട്രിക്സ് എന്ന് പറയുന്നത് അവർക്ക് വളരെ പുതിയതായിട്ടുള്ള ഒരു പ്രപഞ്ചമായിരിക്കും. അതായത് ഒരു ഹ്യൂമൻ ഫോമിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, ലോജിക്കലി ഉള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെയൊക്കെയും സ്റ്റാർ സീഡ്സ് ഈവൻ ബിഫോർ അവേക്കനിങ് ആണെങ്കിലും ആഫ്റ്റർ അവേക്കനിങ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദ അവേക്കനിങ് ആണെങ്കിലും വളരെയധികം സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നവരായിരിക്കും. ഇവർക്ക് എപ്പോഴും ഭൂമി, അതായത് ഇവിടെ, അതായത് ഒരു ഹ്യൂമൻ ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ ഹോം അല്ല എന്ന് ക്ലിയർ ആയിട്ട് അറിയാം. അത് ഡീപ്പ് ഇൻസൈഡായിട്ട് ആ ഒരു ക്ലാരിറ്റി എപ്പോഴും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റാർ സീഡ്സ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലീസ് ആയിരിക്കും അവരുടെ ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റാർ സീഡ്സ് ജന്മം എടുക്കുന്ന ഫാമിലീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ആവുന്ന ലൈഫ്, കുഞ്ഞിലെ തൊട്ട് ഗോ ത്രൂ ആവുന്ന ലൈഫ് എന്ന് പറയുന്നത് അത്രയും ഡിഫിക്കൽട്ടി ഉള്ളതായിരിക്കും. കാരണം അറിഞ്ഞോ അറിയാതെയോ ആ ഒരു ലീനേജിലുള്ള ആ ഒരു ആൻസിസ്ട്രൽ കർമ്മ എന്ന് പറയും. നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ നമ്മൾക്കറിയാം ആൻസിസ്ട്രൽ കർമ്മയടക്കം ഹീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഉള്ള ലീനേജസിലായിരിക്കും സ്റ്റാർ സീഡ്സ് അവരുടെ ഇൻകാർണേഷൻ ചൂസ് ചെയ്യുന്നതും ലൈറ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു ലീനേജിനെ ഹീൽ ചെയ്യുന്നതും. സ്റ്റാർ സീഡ്സ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്നത് കുഞ്ഞുങ്ങളുമായിട്ടും ആനിമൽസുമായിട്ടുമായിരിക്കും. ആൻഡ് നേച്ചറിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എപ്പോഴും
നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊരു അവരുടെ സ്വയം ഹീലിങ്ങിനായിട്ട്, അതായത് 3Dയിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള ഹീലിങ്സ് ചെയ്യുമ്പോൾ അവരിലേക്ക് വരുന്ന ആ ഒരു ലോവർ വൈബ്രേഷണൽ എനർജീനെ ക്ലെൻസ് ചെയ്യാനായിട്ട് അവർ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെയും അവർ ചെയ്തുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സോൾസ് ആയതുകൊണ്ട് തന്നെയും ഹീലിങ്ങിൻ്റെ സമയത്താണെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഒരു ഡിപ്രഷൻ ഫീൽ ആകുന്നത് സ്റ്റാർ സീഡ്സിൽ സ്വാഭാവികമാണ്. അതായത് ഡിപ്രഷൻ ആയിക്കോട്ടെ, ആങ്സൈറ്റി ഇഷ്യൂസൊക്കെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഫീൽ ആവുകയും ഈ ഒരു സിസ്റ്റത്തെ, എർത്തിലുള്ള ഒരു സിസ്റ്റത്തെ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതും അല്ലെങ്കിൽ ആ ഒരു തോട്ട് പാറ്റേൺ വരുന്നതും സ്റ്റാർ സീഡ്സിൽ വളരെ കോമൺ ആണ്. സ്റ്റാർ സീഡ്സ് അവരുടെ ലൈഫ്, അതായത് ഹ്യൂമൻ ഇൻകാർണേഷനിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ലൈഫ് എവിടെയായിരുന്നോട്ടെ എങ്ങനെ ആയിരുന്നോട്ടെ അവർക്ക് ഈ ഒരു ഭൂമിയിൽ ഒരു ബിഗർ ടാസ്ക്കാണ് ചെയ്യാനുള്ളതെന്ന് എപ്പോഴും ആ ഒരു ഇന്നർ കോളിംഗ് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത്രയും ഒരു ആങ്സൈറ്റി ഇഷ്യൂസിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ എനർജീനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് അവരുടെ സ്റ്റാർ ഫാമിലീസിൽ നിന്നും, അല്ലെങ്കിൽ ശരിക്കും പറയുമ്പം ഒരു ഇംബാലൻസ്, സ്റ്റാർ സീഡ്സ് ഇംബാലൻസ് ആയി കഴിയുമ്പോൾ തന്നെ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർ ഫാമിലീസിൽ നിന്നും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് എനർജീൻ്റെ രൂപത്തിൽ, ഒരു ഫ്രീക്വൻസിയുടെ രൂപത്തിൽ റിസീവ് ചെയ്യാനുള്ള ഒരു DNA കോഡ്സ് അടക്കം ഇവരിൽ ഇൻകാർണേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവരൊരു ഹ്യൂമൻ ഫോമിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വതവേ അത്രയും ഹൈലി ഇൻസെൻസിറ്റീവ് ആണെങ്കിൽ പോലും അവരുടെ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ നാച്ചുറലി അവർ ഹീൽ ചെയ്തുകൊണ്ട് അവരവരുടെ ആ ഒരു സോൾ പർപ്പസിലേക്ക് കണക്റ്റ് ആയിക്കൊണ്ട് ഒരു ഹയറായിട്ട് നിൽക്കുന്ന സോൾ പർപ്പസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ലൈഫിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റാർ സീഡ്സിനെ കുറിച്ച് കളക്റ്റീവായിട്ടുള്ള ഒരു വിസ്ഡം എനിക്കും മനസ്സിലായത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. മണി രേഖീൻ്റെ ക്ലാസ്സസ് നാളെ തൊട്ട് തുടങ്ങുന്നതാണ്. അതേപോലെ തന്നെ രേഖീൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സസും ഈ ഒരു മന്ത് എൻഡിൽ സ്റ്റാർട്ട് ആവുന്നതാണ്. ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.